നമസ്കാരം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്റെ 10 കുടുംബാംഗങ്ങളും 4 അനുയായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ശരിവച്ചു. 1994 ഇന്ത്യയിൽ അറസ്റ്റിലായ അസറിനെ എയർ ഇന്ത്യ IC-814 വിമാനറാഞ്ചൽ സംഭവത്തോടനുബന്ധിച്ച് വിട്ടയക്കുകയായിരുന്നു. ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തവിടുപൊടിയായി. ഭവൽപൂരിലെ മർക്കസ് സുബ്ഹാനല്ലാ ക്യാമ്പാണ് തരിപ്പണമായത്. 2001 പാർലമെന്റ് ആക്രമണത്തിനും 2019 പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ താവളമായിരുന്നു ക്യാമ്പ്. രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണിത്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളമാണ്. റിക്രൂട്ട്മെന്റ്, പരിശീലനം തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെയുണ്ടായ വ്യോമാക്രമണത്തിലാണ് മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, മറ്റൊരു അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടത്. അസറിന്റേതായി പുറത്തുവന്ന പ്രസ്താവന വാർത്താ ഏജൻസിയായ PTI ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഈ രാത്രി സന്തോഷത്താൽ അനുഗ്രഹീതരായി. അതിൽ 5 പേർ കുട്ടികളാണ്. എന്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, എന്റെ അനന്തരവൾ ഫാസിൽ ഭൻജെ, അദ്ദേഹത്തിന്റെ ഭാര്യ, എന്റെ അനന്തരവൾ ഫസീല, എന്റെ സഹോദരൻ ഉസൈഫ, അദ്ദേഹത്തിന്റെ അമ്മ, പിന്നെ എന്റെ 2 സഹായികളും കൊല്ലപ്പെട്ടു, മസൂദ് അസർ പറഞ്ഞു. തനിക്കതിൽ നിരാശയോ പശ്ചാത്താപമോ ഇല്ല. പകരം 14 പേർ ഉൾക്കൊള്ളുന്ന സ്നേഹവാഹനത്തിന്റെ യാത്രയിൽ ഒത്തുചേരേണ്ടതായിരുന്നുവെന്നാണ് തോന്നുന്നത്. അവർക്ക് പോകേണ്ട നാളായി. പക്ഷേ ദൈവമല്ല അവരെ കൊന്നതെന്നും മസൂദ് കുറിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിലെ പ്രാർത്ഥനകളിലേക്ക് മസൂദ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. UN രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ് മസൂദ് അസർ. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ്. 2002 ജെയ്ഷിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് അധികാരികൾ നൽകിയിരുന്നു. പാക് സൈന്യത്തിന്റെ 31 കോപ്സ് കന്റോൺമെന്റിൽ നിന്ന് ഏതാനും മൈൽ അകലെയാണ് മർക്കസ് സുബ്ഹാനല്ലാ ക്യാമ്പ്. ഭവൽപൂരിൽ രഹസ്യ ആണവ സംവിധാനം ഉണ്ടെന്ന് വരെ മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയാണ്. സൈന്യം ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത് കോട്ലിയിലെ ഖുൽപൂർ ഭീകര ക്യാമ്പ് തകർക്കുന്ന ദൃശ്യങ്ങളും. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം. ലഷ്കർ-ഇ-തോയ്ബയുടെ താവളവും നിയന്ത്രണ കേന്ദ്രവും ഇവിടെയാണ്. ജമ്മുകാശ്മീരിൽ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പുലർച്ചെ 1:08 മണിയോടെയാണ് ഗുൽപൂർ ഭീകര ക്യാമ്പ് തകർത്തത്. പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയാണ്.